വനിതാ മതിൽ വിവാദത്തിൽ എൻഎസ്എസിനെതിരെ വിമർശനവുമായി വീണ്ടും കോടിയേരി ബാലകൃഷ്ണൻ. ആർഎസ്എസിന്റെ വർഗീയ സമരങ്ങൾക്ക് തീ പകരാനുള്ള നടപടിയാണ് സുകുമാരൻ നായരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. സമദൂരം മാറ്റി ശരിദൂരമാക്കി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളെ സഹായിക്കാനാണ് എൻഎസ്എസ് നീക്കം. മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യമെന്നത് സുകുമാരൻ നായരുടെ അധിക പ്രസംഗമാണെന്നും വനിതാ മതിലിൽ വിള്ളൽ വീഴ്ത്താനുള്ള ആർഎസ്എസ് ശ്രമത്തിന് കൂട്ടുനിൽക്കുന്ന എൻഎസ്എസ് നടപടി ചരിത്രപരമായ തലകുത്തി വീഴ്ചയാണെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ കോടിയേരി കുറ്റപ്പെടുത്തി. സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങളുമായി. സേഫ്, എൻഎസ്എസിനെതിരായ വിമർശനം ശക്തിപ്പെടുത്തുകയാണോ കോടിയേരി? സിപിഎം നേതൃത്വം അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്വീകരിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ടും വനിതാ മതിലുമായി ബന്ധപ്പെട്ടും എതിരഭിപ്രായങ്ങൾ എൻഎസ്എസിന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോഴെല്ലാം മുഖ്യമന്ത്രിയോ സിപിഎം നേതൃത്വമോ എൻഎസ്എസ് നേതൃത്വത്തെ പരസ്യമായി ആക്രമിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരുന്നില്ല. എന്നാൽ 26-ാം തീയതി ആർഎസ്എസിന്റെ അനുഭവമുള്ള സംഘടന നടത്തുന്ന അയ്യപ്പ ജ്യോതി പരിപാടിയിൽ എൻഎസ്എസ് അനുഭാവികൾ പങ്കെടുക്കണമെന്ന ആഹ്വാനം എൻഎസ്എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നൽകിയതിന് പിന്നാലെയാണ് പരസ്യമായ അക്രമത്തിന് സിപിഎം നേതൃത്വം തയ്യാറായിരിക്കുന്നത്. എൻഎസ്എസിനെ ഇനി രാഷ്ട്രീയമായി നേരിട്ടാൽ മതി എന്ന ധാരണ സിപിഎം നേതൃത്വത്തിന് മുന്നിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിലപാട് കടുപ്പിച്ചും പ്രതികരണങ്ങളിൽ രൂക്ഷമായ ഭാഷ ഉപയോഗിച്ചും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. ദേശാഭിമാനിയിൽ എഴുതുന്ന നേർവഴി എന്ന പ്രതിവാര ലേഖനത്തിലാണ് പാർട്ടി നിലപാട് അദ്ദേഹം വിശദീകരിക്കുന്നത്. സമദൂരം പക്ഷം ചേരലോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആ ലേഖനം എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ ലേഖനം ആരംഭിക്കുന്നത്. അയ്യപ്പ ജ്യോതി പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആഹ്വാനം എൻഎസ്എസ് പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ലേഖനത്തിൽ പറയുന്നത്. മതിലിൽ വിള്ളൽ വീഴ്ത്താനുള്ള എൻഎസ്എസിന്റെ നടപടി ചരിത്രപരമായ തലകുത്തി വീഴ്ചയാണെന്നാണ് അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ വഴിതെറ്റിൽ നിന്ന് മോചിതനാകാൻ വീണ്ടും വിചാരത്തിന് എൻഎസ്എസ് നേതൃത്വം തയ്യാറാകണമെന്ന ആവശ്യം കോടിയേരി മുന്നോട്ട് വെക്കുന്നുണ്ട്. സമദൂരം മാറി ശരിദൂരമാക്കി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളെ സഹായിക്കാനുള്ള നീക്കമാണ് എൻഎസ്എസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതെന്ന കുറ്റപ്പെടുത്തലും കോടിയേരി ബാലകൃഷ്ണൻ നടത്തുന്നുണ്ട്. മോഡിയും അമിത്ഷായും പറഞ്ഞ കാര്യം നിർവഹിച്ചുവെന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായ PS ശ്രീധരൻപിള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എൻഎസ്എസിനെ ഹിന്ദുത്വത്തിന്റെ അറവുശാലയിൽ എത്തിച്ചതാണോ ആ ദൗത്യമെന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യമാണെന്നാണ് സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അത് സുകുമാരൻ നായരുടെ അധിക പ്രസംഗമാണെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഈ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നത്. മന്നത്തിന്റെ നവോത്ഥാന പാതയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ശരിയല്ല. ആർഎസ്എസിന്റെ വർഗീയ സമരങ്ങൾക്ക് സുകുമാരൻ നായർ തീ പകരുന്നു എന്നും കോടിയേരി കുറ്റപ്പെടുത്തുന്നുണ്ട്. സുകുമാരൻ നായരുടെ പേരെടുത്ത് തന്നെയാണ് ഈ ലേഖനത്തിൽ ഉടനീളം കോടിയേരി ബാലകൃഷ്ണൻ വിമർശിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരോക്ഷ വിമർശനമായിരുന്നെങ്കിൽ നേരിട്ട് ജനറൽ സെക്രട്ടറിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം എൻഎസ്എസ് എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ സമദൂരം എന്നുള്ള നിലപാടിനെയും തള്ളിപ്പറയുകയാണ് കോടിയേരി. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എൻഎസ്എസിൽ നിന്ന് രൂക്ഷമായൊരു മറുപടി ഇതിന് പ്രതീക്ഷിക്കാം. സ്വാഭാവികമായിട്ടും ഒരു മറുപടി എൻഎസ്എസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യഘട്ടത്തിലൊന്നും എൻഎസ്എസിനെ പേരെടുത്ത് വിമർശിക്കാനോ എൻഎസ്എസിനെ പിണക്കാനോ സിപിഎം നേതൃത്വമോ മുഖ്യമന്ത്രിയോ തയ്യാറായിരുന്നില്ല. പക്ഷെ ആർഎസ്എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എൻഎസ്എസിന്റെ ജനറൽ സെക്രട്ടറി തന്നെ എൻഎസ്എസ് അനുഭാവികളോട് ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിലാണ് അതിനെ രാഷ്ട്രീയമായി നേരിടാൻ സിപിഎം നേതൃത്വം തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജനറൽ സെക്രട്ടറിയെ പേരെടുത്ത് വിമർശിക്കാൻ സിപിഎം നേതൃത്വം തയ്യാറായതും. അത് വരും ദിവസങ്ങളിലും കൂടുതൽ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ സിപിഎം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആർഎസ്എസുമായി എൻഎസ്എസ് അടുക്കുന്നതിന്റെ സൂചനയാണ് ഈ അയ്യപ്പ ജ്യോതി പരിപാടി എന്ന ഒരു വിലയിരുത്തൽ സിപിഎം നേതൃത്വത്തിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് രാഷ്ട്രീയപരമായി തന്നെ എൻഎസ്എസിനെ നേരിടാനുള്ള തീരുമാനം സിപിഎം നേതൃത്വം എടുത്തിരിക്കുന്നത്. അത് ഇന്നത്തെ ഈ ലേഖനത്തിലും വ്യക്തമാണ്. റൈറ്റ്, സേഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും എൻഎസ്എസിനെതിരായ വിമർശനങ്ങൾ ആവർത്തിക്കുകയും അത് ശക്തിപ്പെടുത്തുകയുമാണ് സിപിഎം. കോടിയേരി ബാലകൃഷ്ണൻ എഴുതിയ ലേഖനത്തിലാണ് ഇന്ന് എൻഎസ്എസിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉള്ളത്.